തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ് പ്രചരണ വിഷയമാക്കുന്ന UDFന് എം സ്വരാജിന്റെ മറുപടി ഉണ്ടായിരുന്നു ഇന്ന്. മതത്തെയും വിശ്വാസത്തെയും നിയമവിരുദ്ധമായി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെയാണ് കോടതി അന്ന് സമീപിച്ചത്. തെരഞ്ഞെടുപ്പിൽ നഗ്നമായ നിയമലംഘനം ഉണ്ടായി. ചില വാദങ്ങൾ പരിഗണിക്കാതെയായിരുന്നു ഹൈക്കോടതി വിധിയെന്നും സ്വരാജ് പ്രതികരിച്ചു. നിയമം പാലിക്കപ്പെടണം എന്ന നിലപാടിന്റെ ഭാഗമായി നടത്തുന്ന ഒരു നിയമ പോരാട്ടമാണ്. അതിനിപ്പോൾ സുപ്രീം കോടതിയിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ആ പോരാട്ടം നടത്തേണ്ടതാണ് എന്ന ബോധ്യമാണ്. അതിന്റെ വഴിക്ക് പോവുകയാണ് ചെയ്യുക. അവിടെയും നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വലിച്ചിട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനിതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി പോയിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോളിംഗിന് മുൻപ് UDF സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, BJPയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും പറയുകയാണ്. അദ്ദേഹത്തിന് കിട്ടും, BJPയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹത്തോട് ആളുകൾ സംസാരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ ബൈറ്റുകൾ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥി പറയുകയാണ്, എൻ്റെ വോട്ടെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ക്ഷുഭിതനായി പറഞ്ഞു. കൊടുത്തവരും വാങ്ങിയവരും ആ കാര്യം പറയുകയാണ്. ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അധാർമികമായ പ്രചരണവും അധാർമികമായ വോട്ട് കച്ചവടവും നടന്നൊരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ്. ഏതായാലും ഇപ്പോൾ അത് വലിച്ചിട്ടുകൊണ്ട് ഞാനത് പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതൊന്നും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമില്ല.